രേവതി പറയും ഞാൻ പോയിട്ട് അവനോട് സംസാരിക്കുന്നുണ്ട്. സോറി സച്ചേട്ടാ, അവൻ ചെയ്തതിനൊക്കെ ഞാൻ സോറി പറയാണ്. സച്ചി പറയും അവൻ ചെയ്തതിന് നീ എന്തിനാ സോറി പറയുന്നത്? അവൻ ചെയ്തതിന് സോറി പറയുകയാണെങ്കിൽ നിനക്ക് അതിനെ നേരം ഉണ്ടാവും. രേവതി പറയും നേരം വൈകി വാ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ സച്ചി പറയും നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊരു പൊതിയെടുക്കും. അത് തുറക്കുമ്പോൾ അതിൽ മുല്ലപ്പൂ ഉണ്ടാവും. എന്നിട്ടത് രേവതിയുടെ മുടിയിലേക്ക് കുടുക്കി കൊടുക്കും. അതിനുശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ സച്ചി രേവതിക്കും രേവതി സച്ചിക്കും വാരി കൊടുക്കുകയാണ്. രാവിലെ തന്നെ രേവതി വീട്ടിലേക്ക് ചെല്ലുകയാണ്. അമ്മ പറയും നീ ഞങ്ങൾ ആദ്യം പിടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറയും. രേവതി ചോദിക്കും ഞാൻ ആദ്യമായിട്ടാണോ പൂ കെട്ടാൻ പോയിട്ട് വൈകി വരുന്നതെന്ന് ചോദിക്കും. അമ്മ പറയും പഴയതുപോലെ അല്ലല്ലോ, നിനക്കൊരു ഭർത്താവൊക്കെ അല്ലേ, പോകുമ്പോൾ അവനോട് കൂടി ഒന്ന് പറയണ്ടേ, നിങ്ങൾ തമ്മിൽ എന്തോ വഴക്കുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും. രേവതി ചോദിക്കും അതിനെന്താ, അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാവാറില്ലേ, ഞങ്ങൾ വഴക്കൂടിയ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നന്നാവും. അമ്മ പറയും ഇനി പുറത്ത് പോകുമ്പോഴെങ്കിലും സച്ചിയോടൊന്ന് പറഞ്ഞിട്ട് പോകണം, പാവം നിന്നെ അന്വേഷിച്ച് കുറേ നടന്നു. രേവതി ശരത്തിനെ വിളിച്ചിട്ട് ചോദിക്കും എന്താണ് നിൻ്റെ ഉദ്ദേശം, നീ എന്തിനാടാ സച്ചിയേട്ടനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്? ശരത്ത് പറയും മദ്യപിച്ച് കച്ചറ ഉണ്ടാക്കിയെന്ന് കരുതിയിട്ടാ ഞാൻ പരാതി കൊടുത്തതെന്ന് പറയും. രേവതി പറയും നിനക്ക് എന്നോടൊരു സ്നേഹം കൊണ്ടല്ല, അദ്ദേഹത്തോടുള്ള ദേഷ്യം കൊണ്ടാണ് നീ പരാതി കൊടുത്തത്. അദ്ദേഹം നിന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്, അത് മനസ്സിലാക്കാതെ നീ ഈ പകയും കൊണ്ട് നടക്കുന്നത്. ആര് പറഞ്ഞിട്ടാണ് നീ പരാതി കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയും ആൻ്റണി ചേട്ടൻ പറഞ്ഞിട്ടാണ് പരാതി കൊടുത്തതെന്ന് പറയും. രേവതി ചോദിക്കും നീ ഇതുവരെ അവൻ്റെ കൂട്ടുവിട്ടില്ലെന്ന് ചോദിക്കും. ശരത്ത് അപ്പോഴും ആൻ്റണിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അവൻ എന്ത് പറഞ്ഞാലും ചെയ്യുന്ന ഒരു മരമണ്ടനാണ് നീയെന്ന് അവനറിയാം, അതുകൊണ്ട് തന്നെ അവൻ നിന്നെ കൂടെ കൊണ്ട് നടക്കുന്നത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നീ അനുഭവിക്കുമ്പോഴേ പഠിക്കൂ. രേവതി ശരത്തിനെ കുറേ ഉപദേശിക്കും. ആൻ്റണി കൂടെ ഉള്ളവരോട് പറയാ ശരത്തിൻ്റെ കംപ്ലൈൻറ്റിലെ സച്ചിയെ പിടിച്ച് ലോക്കപ്പിലിടുന്നതാണ് ഞാൻ കരുതിയത്, പക്ഷെ അതൊന്നും നടന്നില്ല. ആ സമയത്ത് ശരത്ത് അങ്ങോട്ട് വരികയാണ്. ശരത്ത് പറയും കംപ്ലൈൻറ്റ് കൊടുത്തത് തെറ്റായിപ്പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, വീട്ടിൽ നിന്ന് കുറേ ചീത്തയൊക്കെ കേട്ടു എന്ന് പറയും. ആൻ്റണി പറയും ചേച്ചിയെ കാണാതായപ്പോൾ അനിയെ കംപ്ലൈൻറ്റ് കൊടുത്തു, അത് സാധാരണയല്ലേ, അതിലെന്താ തെറ്റ്? ശരത്ത് പറയും ചേച്ചിയുടെയും സച്ചേട്ടൻ്റെ കാര്യത്തിൽ ഇനി നമ്മൾ തലയിടണ്ട, ഞാനെന്തിനാ സച്ചേട്ടനോട് ശത്രുത കാണിക്കുന്നത്, അതിനുവേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തില്ല. ആൻ്റണി ചോദിക്കും നിൻ്റെ ഈ കൈയൊടിച്ചത് അവനല്ലേ? ശരത്ത് പറയും അത് ആവശ്യമില്ലാതെ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണെന്ന് പറയും. നമുക്കൊരു ഉപദ്രവം ചെയ്യാത്ത ഒരാളെ നമ്മളെന്തിനാ ഉപദ്രവിക്കുന്നത്? ചേച്ചിക്ക് നല്ല വിഷമമുണ്ട്, ഇനി സച്ചേട്ടൻ്റെ രേവതി ചേച്ചിയുടെ കാര്യത്തിൽ ഞാൻ തലയിടില്ല. ആൻ്റണി പറയും നിനക്ക് വേണ്ടിയാ ഞാൻ സച്ചിയോട് ഏറ്റുമുട്ടിയത്, നിനക്കവർ ശത്രു അല്ലെങ്കിൽ എനിക്കുമല്ല, വിട്ടേക്കാം. ശരത്ത് പോയി കഴിയുമ്പോൾ ആൻ്റണി പറയും ഇവനെ വെച്ച് സച്ചിയെ രേവതിയെ രണ്ട് വഴിക്കാക്കാമെന്നാണ് ഞാൻ കരുതിയത്, ഇനി അത് നടക്കില്ല. സച്ചിയും അവനും ഒന്നായ അത് നമുക്ക് അപകടമാണ്, ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, സമയമാകുമ്പോൾ ഞാൻ പറയാമെന്ന് കൂടെയുള്ളവരോട് ആൻ്റണി പറയും. ശ്രുതി ഷോപ്പിലേക്ക് വരുമ്പോൾ അവിടെയുള്ള സെയിൽസ്മാൻ പറയും മേഡത്തിന് ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും. ആരാന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും അതറിയില്ല, കുറച്ച് നേരമായി വന്നിട്ട്, ഇവിടുത്തെ സാധനങ്ങളുടെ റേറ്റൊക്കെ നോക്കി അവിടെ നിൽക്കുന്നുണ്ട്, കുറേ സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്ന ആളാണെന്ന് തോന്നുന്നതെന്ന് പറയും. ശ്രുതി സന്തോഷത്തോടെ പോയി ആളെ വിളിക്കുമ്പോൾ ദാസ് തിരിഞ്ഞു നോക്കുമ്പോൾ അയാളെ കണ്ട് ശ്രുതി ഞെട്ടാണ്. അയാൾ ഷോപ്പിനെ കുറിച്ച് കുറേ പൊക്കി പറയും. ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി വയ്ക്കും നീ ഇപ്പം എന്തിനാണ് എങ്ങോട്ട് വന്നത്, ശ്രുതി വരുന്നതിന് മുമ്പ് നീ ഇവിടുന്ന് പോകാൻ നോക്ക്, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും എനിക്ക് കുറച്ച് കാശിന് ആവശ്യമുണ്ട് ശ്രുതി. ശ്രുതി പറയും നിനക്ക് കാശിന് ആവശ്യമുണ്ടായി നീ പോയി തെണ്ടടാ. അയാൾ ചിരിച്ചിട്ട് പറയും എന്തിന്? ശ്രുതി പറയും ഈ അടുത്തല്ലേ നിനക്ക് ഞാൻ 1 ലക്ഷം തന്നത്? അയാൾ പറയും ഞാൻ തന്നില്ലെന്ന് പറഞ്ഞില്ലല്ലോ, എനിക്ക് കുറച്ചുകൂടെ കാശിന് ആവശ്യമുണ്ടെന്ന് പറയും. ശ്രുതി പറയും എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശില്ലാന്ന് പറയും. ദാസ് പറയും കാശിലേ കുഴപ്പമില്ല, എനിക്ക് ഇവിടുത്തെ കുറച്ച് സാധനങ്ങൾ തന്നാൽ മതി. ശ്രുതി പറയും ഇവിടുത്തെ സാധനങ്ങളൊന്നും നിനക്ക് ദാനം തരാൻ വച്ചിരിക്കുന്നതല്ല. ദാസ് പറയും ദാനമായിട്ടല്ല, എൻ്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റായിട്ട് തന്നാൽ മതി എന്ന് പറയും. ശ്രുതി അറിയും ഇവിടുന്ന് ഒരു 100 രൂപയുടെ സാധനം പോലും നിനക്ക് ഞാൻ തരാൻ പോണില്ല, പോകാൻ നോക്കുന്നവർ. ദാസ് ചോദിക്കും നിൻ്റെ ജീവിതത്തിന് അപ്പോൾ വിലയൊന്നുമില്ലേ ശ്രുതി, നീ ഞാൻ പറഞ്ഞ സാധനങ്ങൾ തന്നില്ലെങ്കിൽ നിന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിൻ്റെ ഹസ്ബൻഡിനോട് പറയും. ശ്രുതി പറയും ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ എണ്ണമുണ്ട്, ഞാനിവിടുത്തെ സാധനങ്ങളൊക്കെ നിനക്കെടുത്ത് തന്നാൽ ഞാൻ ശ്രുതിയോട് എന്ത് പറയും? നീ എന്ത് വേണേ പറഞ്ഞോ, ഞാൻ ആവശ്യപ്പെട്ട സാധനങ്ങൾ തരാതെ ഞാനിവിടുന്ന് പോവില്ല, നിൻ്റെ ഹസ്ബൻഡ് വരട്ടെ. ഇതൊക്കെ കേട്ട് ശ്രുതി ആകെ ടെൻഷനാവുകയാണ്.